ഈശോയിൽ സ്നേഹമുള്ളവരെ, ജനുവരി 11 ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സുമായി ചേർന്ന് നമ്മളെല്ലാവരും ബൈബിൾ പകർത്തി എഴുതുവാനായി ഒരുങ്ങുകയാണല്ലോ. ബൈബിൾ പകർത്തി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളാണ് പകർത്തി എഴുതുവാനായി ഉപയോഗിക്കുക. അതിനായി NRSV കാത്തലിക് വേർഷൻ ആയിരിക്കും നമ്മൾ ബൈബിളിൽ ഉപയോഗിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിയോളജിക്കൽ പബ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ ബാംഗ്ലൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ബൈബിൾ എഡിഷനാണ് നമ്മൾ പകർത്തി എഴുതുവാനായിട്ട് ഉപയോഗിക്കുക. മറ്റൊരു ബൈബിൾ പകർപ്പും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതല്ല. നിങ്ങൾക്ക് ആകെ എഴുതുവാനുള്ള സമയം 30 മിനിറ്റാണ്. ഈ 30 മിനിറ്റിനുള്ളിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അധ്യായ ഭാഗങ്ങൾ എഴുതി തീർക്കുക. മത്സരം തുടങ്ങുന്നതിന് മുമ്പും കൃത്യം 30 മിനിറ്റ് കഴിയുമ്പോഴും ബെല്ല് അടിക്കുന്നതാണ്. ബൈബിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയെല്ലാമാണ്. ബൈബിളിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്നുവോ അതുപോലെ തന്നെ കൃത്യമായി എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. ബൈബിൾ എഴുതി തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ബൈബിളിലെ പേജ് നമ്പർ കൃത്യമായി എഴുതുക എന്നുള്ളതാണ്. തുടർന്ന് പുസ്തകത്തിന്റെ പേര് വലുപ്പത്തിൽ വ്യക്തമായി എഴുതുക. അധ്യായത്തിന്റെ പേര് അത് ഇടതുവശത്തോട് ചേർന്ന് തന്നെ എഴുതുക. തുടർന്ന് അധ്യായത്തിന്റെ നമ്പർ വലുപ്പത്തിൽ കൃത്യമായി എഴുതുക. ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വാക്യങ്ങൾ എഴുതി തുടങ്ങുക. ചില അധ്യായ ഭാഗങ്ങൾ പഴയ വചനഭാഗത്തിന്റെ തുടർച്ചയായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനഭാഗത്ത് എന്ത് കാണുന്നുവോ അതുപോലെ തുടർച്ചയായി എഴുതി പോകുക. സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് തുടർച്ചയായി എഴുതുക എന്നുള്ളതാണ്. ചില വചനഭാഗങ്ങൾ, പ്രത്യേകിച്ച് ചില പുസ്തകങ്ങൾ പകുതിക്ക് വെച്ച് തുടങ്ങുന്നതുണ്ടാകാം. ഉദാഹരണം, ഇവിടെ ജെറമിയ പ്രവാചകന്റെ പുസ്തകം പകുതിയിൽ വെച്ച് ആരംഭിക്കുന്നു. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എഴുതിയ ശേഷം തുടർന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പേര് കൃത്യമായി നടുഭാഗത്ത് എഴുതി വീണ്ടും പഴയതുപോലെ അധ്യായത്തിന്റെ നമ്പർ, തുടർന്ന് അധ്യായത്തിന്റെ തലക്കെട്ടുണ്ടെങ്കിൽ അത് എഴുതി കണ്ടിന്യൂ ചെയ്യുക. സുവിശേഷ ഭാഗങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അധ്യായത്തിൽ തന്നെ പല തലക്കെട്ടുകൾ കാണാം. കൃത്യമായി ഓരോ തലക്കെട്ടുകളും ഇടതുവശത്ത് ചേർന്ന് എഴുതി തുടർന്ന് വചനഭാഗങ്ങൾ എഴുതി പോവുക. മത്സര ദിവസം എഴുതുവാനായിട്ട് നിങ്ങൾക്ക് വരയിട്ട A4 ഷീറ്റുകൾ നൽകുന്നതാണ്. വീടുകളിൽ വരയിട്ട A4 ഷീറ്റുകളിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധ്യായങ്ങൾ എഴുതി പരിശീലിക്കാവുന്നതാണ്. ഓരോ മത്സരാർത്ഥിക്കും ഒരു ചെസ് നമ്പർ ലഭിക്കുന്നതാണ്. അതിൽ താഴെ പറയുന്നവയുണ്ടായിരിക്കും: നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധ്യായത്തിന്റെ പേര്, ഭാഗത്തിന്റെ പേജ് നമ്പർ എന്നിവയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുക. നിങ്ങൾക്ക് എഴുതുവാനായി നിർദ്ദേശിച്ചിരിക്കുന്ന അധ്യായങ്ങളുടെ ഭാഗം തന്നെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറായി ക്രമീകരിച്ചിരിക്കുന്നത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കൈപ്പട വൃത്തിയുള്ളതും വ്യക്തവും വായിക്കാൻ കഴിയുന്നതുമായിരിക്കണം. വ്യക്തത നഷ്ടപ്പെടുന്ന രീതിയിൽ തിടുക്കം കാട്ടരുത്. സമയം വിവേകപൂർവ്വം ഉപയോഗിക്കുക. അതായത് നമ്മുടെ ടാർഗറ്റ് 30 മിനിറ്റാണ്. മത്സര ദിവസം മത്സരാർത്ഥികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള സീറ്റുകളിൽ മാത്രമേ ഇരിക്കാവൂ. നിങ്ങളുടെ ചെസ് നമ്പറും പേരും സീറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ഓരോ
50 മത്സരാർത്ഥികൾക്കും ഒരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ നമ്പറിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇൻവിജിലേറ്റർക്ക് മാത്രമേ നിങ്ങൾ എഴുതി കഴിഞ്ഞ പേപ്പറുകൾ സമർപ്പിക്കാവൂ. സ്നേഹമുള്ളവരെ, ഈ നിർദ്ദേശങ്ങൾ ബൈബിൾ പകർത്തി എഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ സ്നേഹത്തോടു കൂടെ തന്നെ നേരുകയാണ്. ഈ ഒരു ബൈബിൾ പകർത്തിയെടുത്ത് ഒരു പുതിയ ചരിത്രമാകുവാനായിട്ട് നമ്മുടെ എല്ലാം കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയം 25 വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഓർമ്മയായി ഈ ബൈബിൾ പകർത്തിയെഴുത്ത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.